നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലവർഷം 16 വർഷങ്ങൾക്ക് ശേഷം നേരത്തെ തുടങ്ങിയിരിക്കുകയാണ്. ഇത്തരമൊരു കാലവർഷം 16 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ളൂ. ഈ കാലവർഷം തുടക്കം മുതൽ ഭീതിപ്പെടുത്തുന്നതാണ്. അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മഴ കനത്ത് പെയ്യുന്ന സാഹചര്യമാണ്. കേരളം അങ്ങോളം ഇങ്ങോളം മഴക്കെടുതികൾ വാർത്തകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകം പറയാനുള്ള കാര്യം രാമനാട്ടുകരയെക്കുറിച്ച് തന്നെയാണ്. രാമനാട്ടുകരയിലെ പ്രിയ മിത്രങ്ങളായ 2 വൃക്ഷങ്ങളെക്കുറിച്ചാണ്. 2 അല്ല, ധാരാളം വൃക്ഷങ്ങളുണ്ട്. വളരെ ഏറെ പഴക്കമുള്ള ഒരു താന്നിമരമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അവസരത്തിൽ പറയാം. ഇന്ന് രാമനാട്ടുകരയിലുള്ള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. രാമനാട്ടുകരയിൽ വന്നവർ ആ തണലിൽ കുറച്ച് നേരമെങ്കിലും നിന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ തണൽ കൂടെ നടന്നു പോയിട്ടുണ്ടാവാം, വാഹനത്തിൽ പോയിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത് 2 ചീനിമരമാണ്. ചീനിമരം എന്ന് പറഞ്ഞാൽ റെയിൻ ട്രീ എന്നാണ് പറയുക. റെയിൻ ട്രീ അത്രയും വിശാലമായി പരന്ന് നിൽക്കുന്ന മരങ്ങളായതുകൊണ്ടാണ് അതിനെ റെയിൻ ട്രീ എന്ന് പറയുന്നത്. ശരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് അതിൻ്റെ മുകളിലെ ജലകണങ്ങളിങ്ങനെ ഉറ്റി വീഴും, മഴ പെയ്യുന്നത് പോലെ. ധാരാളം പക്ഷികൾക്ക് താമസമൊരുക്കി കൊടുക്കുന്ന ഒരു വൃക്ഷമാണ് ഈ റെയിൻ ട്രീ എന്ന് പറയുന്നത്. രാമനാട്ടുകരയിലെ ടൗണിൽ തന്നെ 4 റെയിൻ ട്രീ ഉണ്ട്. അതിൽ 2 മരങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം അടുത്തിരിക്കുകയാണ്. വൃക്ഷത്തൈകളൊക്കെ നട്ടു വളർത്തണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ ജൂൺ 5 കൊണ്ടാടുമ്പോഴും ഞാൻ പറയുന്നത് വൃക്ഷത്തൈ നടുന്നതല്ല ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമ്മളെ മണ്ണിനെയും ജലവും ഭൂമിയെയും കടലിനെയും നദികളെയും വായുവിനെയും എല്ലാം സംരക്ഷിക്കുന്ന ദിനമാണിത്. ആ ദിനത്തിന് വൃക്ഷത്തൈകൾ നട്ടതുകൊണ്ട് മാത്രം പ്രയോജനമൊന്നുമില്ല. ഞാൻ പ്രത്യേകം പറയാറുണ്ട്, പ്ലാസ്റ്റിക് വസ്തുക്കൾ നിങ്ങൾ മണ്ണിൽ ഇടാതിരിക്കുക, ജലത്തിലിടാതിരിക്കുക. എങ്കിൽ നിങ്ങളൊരു പ്രകൃതി സ്നേഹിയായി. നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമുഖത്തോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത്. ഇന്ന് ഞാൻ പറയുന്ന ഈ ചീനിമരം സുരഭി മാളിൻ്റെ മുന്നിലുള്ള 2 ചീനിമരത്തെക്കുറിച്ചാണ്. സുരഭി മാളിൻ്റെ മുന്നിൽ 4 ചീനിമരമുണ്ട്. ഒരേ പ്രായത്തിലുള്ള ഏകദേശം ഒരേ വലിപ്പമുള്ള 4 ചീനിമരങ്ങൾ തുടർച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ 2 മരങ്ങൾ ഉണങ്ങിയിരിക്കുകയാണ്. സാധാരണ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയും. വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പറയുന്നത് അപൂർവമായിട്ടാണ് നമുക്ക് കേൾക്കാറ്. ഞാൻ അത് മുറിച്ചു മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. 4 മാസങ്ങൾക്ക് മുമ്പ് ആ 2 ഉണങ്ങിയ ചീനിമരത്തിൻ്റെ കമ്പുകൾ പൊട്ടി വീണിരുന്നു. ഭാഗ്യവശാൽ അതിനടിയിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഓട്ടോറിക്ഷയ്ക്കൊന്നും കേടുപാട് പറ്റിയില്ല, ഭാഗ്യത്തിന്. ആ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കൂട്ടായ നിവേദനം മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു. മുനിസിപ്പാലിറ്റി അത് PWDക്ക് കൈമാറി. PWD അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി. ഇതാണ് അതിൻ്റെ നിയമവശം. നമ്മുടെ സർക്കാർ ആ നിയമത്തിന് ചില മാറ്റങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വരുത്തിയിട്ടുണ്ട്. റോഡ് വക്കത്തുള്ള മരങ്ങൾ മുറിച്ച് മാറ്റണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം PWDക്ക് വേണ്ട. അത് PWDക്ക് സ്വന്തം ചെയ്യാം. 4 മാസമായിട്ട് പരാതി കൊടുത്ത്
പലപ്പോഴായി ഓർമ്മിപ്പിച്ച് ഇട്ട് പോലും ആ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഉണക്കിൻ്റെ വക്കിലാണ്. കുറച്ച് കൊമ്പുകളിൽ മാത്രമേ ഈ 2 മരങ്ങളിൽ ഇലകളുള്ളൂ. അവിടെ നിന്ന് നോക്കിയാൽ ഈ 2 മരങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അത് രണ്ടും അതിൻ്റെ കമ്പുകൾ പൊട്ടി വീഴുകയോ അത് കടപുഴകി വീഴുകയോ ചെയ്താൽ എന്തെല്ലാം അനർത്ഥങ്ങളുണ്ടാവും, ആൾനാശങ്ങളുണ്ടാവും, വാഹനങ്ങൾക്ക് എത്ര കേടുപാട് വരും. ഇലക്ട്രിക് ലൈൻ, മെയിൻ റോഡിൽ പോകുന്ന വാഹനങ്ങൾ, ഫുട്പാത്തിൽ കൂടി പോകുന്ന യാത്രക്കാർ, ഇത് ഇവർക്കെല്ലാം, അതുപോലെ കച്ചവടക്കാർക്ക് എല്ലാം നാശനഷ്ടങ്ങളുണ്ടാക്കും. ഈ ഒരു നാശനഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് മുൻകരുതൽ എന്നോണം അതിനടിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണണം, ഈ 2 മരം മുറിച്ചു മാറ്റണമെന്ന് മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ കൊടുക്കുകയും പല നാളെ കയറി ഇറങ്ങുകയും ചെയ്തിട്ടും ഇതുവരെ ഒരു ഫലവത്തായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ആ 2 മരങ്ങൾ മാത്രം അവിടെ ഉണങ്ങാനുണ്ടായ കാരണം എന്താ? അതിൻ്റെ കാരണവും കൂടി ഇപ്പോൾ പറയട്ടെ. ആ 2 മരങ്ങൾ ഉണങ്ങിയത്, തൊട്ടടുത്ത് നിൽക്കുന്ന 2 മരങ്ങൾ ഉണങ്ങിയത്, അതിനടുത്ത് നിൽക്കുന്ന മരങ്ങൾ ഉണങ്ങിയിട്ടുമില്ല. ഈ 2 മരങ്ങൾ ഉണങ്ങിയത് സുരഭി മാളിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തത് കൊണ്ടാണ്. ഇൻ്റർലോക്കിനെതിരായിട്ട് ഞാൻ ആദ്യമേ പറയാറുണ്ട്, ഇൻ്റർലോക്ക് ചെയ്യുന്നത് ഭംഗിയാണ്, ഇൻ്റർലോക്ക് ചെയ്താൽ വെള്ളമിറങ്ങുമെന്നൊക്കെ പലരും പറയും. വെള്ളമിറങ്ങിയാൽ പോരല്ലോ, മണ്ണിൽ വായുസഞ്ചാരം വേണ്ടേ? മണ്ണിൻ്റെ അടിയിൽ എത്ര ജീവജാലങ്ങളുണ്ട്, മരങ്ങളുടെ വേരുകളില്ലേ? മണ്ണ് നിർവഹിക്കുന്ന പ്രക്രിയ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രമാത്രം മണ്ണിലെ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിലായാലും മഴയായാലും മഞ്ഞായാലും നിരന്തരം മണ്ണിൽ ആ പ്രക്രിയകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേരുകൾ ടാറിട്ട റോഡിനടിയിലേക്ക് എന്തായാലും ഈ ജീവനുള്ള മരങ്ങളുടെ വേരുകൾ പോവില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു കൾവർട്ടിന് ചാലെടുക്കുമ്പോഴോ റോഡ് വർക്ക് നടക്കുമ്പോഴോ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ വേരുകൾ കാണിച്ചു തരുമോ? ഒരു സ്ഥലത്തും നിങ്ങൾക്ക് വേരുകൾ കാണിച്ചു തരാൻ കഴിയില്ല. കാരണം ടാറിൻ്റെ അടിയിലോട്ട് വേരുകൾ പോവില്ല. പോയിട്ട് അവയ്ക്ക് കാര്യമില്ല, അവയ്ക്ക് വെള്ളം കിട്ടില്ല, വേണ്ട ഭക്ഷണം കിട്ടില്ല, അവയ്ക്ക് നിലനിൽപ്പില്ല. പിന്നെ അങ്ങോട്ട് വേരുകൾ പോവില്ല. മരം ജീവനുള്ളതാണല്ലോ. അപ്പോൾ ജീവനുള്ള മണ്ണിലേക്ക് വേരുകൾ ഇറങ്ങും. അങ്ങനെ സുരഭി മാളിൻ്റെ ഭാഗത്താണ് ആ ജീവനുള്ള മരങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ ഇൻ്റർലോക്ക് പാകിയപ്പോൾ ആ വേരുകൾ മരിച്ചു. ആ വേരുകൾ മരിച്ചപ്പോൾ ആ മരങ്ങൾ ശ്വാസം മുട്ടി മരണശയ്യയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ മരങ്ങളുടെ കൊമ്പുകൾ, മരം പെട്ടെന്ന് പിഴുത് വീഴില്ല. അതിൻ്റെ കൊമ്പുകൾ കുറേശ്ശെ പൊട്ടി വീണ് അവസാനം മാത്രമേ, ഗത്യന്തരമില്ലെങ്കിൽ മാത്രമേ, മണ്ണിൽ പിടുത്തമെല്ലാം നഷ്ടപ്പെടുമ്പോൾ, വല്ല കാറ്റുമടിക്കുമ്പോഴും മഴ വരുമ്പോൾ മണ്ണിൻ്റെ ബലം കുറയുമ്പോഴും മാത്രമേ ആ മരം പിഴുതു വീഴുള്ളൂ. ഞാനീ പറഞ്ഞു വരുന്നത് സുരഭി മാളിനെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുട്പാത്ത് ഉണ്ടാക്കിയപ്പോൾ ചുടുകട്ടപ്പാകുകയാണ് ചെയ്തത്. റോഡ്, അതിനോടുകൂടെ കൾവർട്ട്, ആ കൾവർട്ടിൻ്റെ മുകളിൽ സ്ലാബ്, ആ സ്ലാബിൻ്റെ മുകളിൽ ചുടുകട്ടപ്പാകുകയും അതിൻ്റെ അങ്ങോട്ട് മീറ്ററുകളോളം, ഏകദേശം 15-20 മീറ്ററോളം നീളത്തിലും ഒരു 50 മീറ്റർ വീതിയിലും ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് കാരണമാണ് ആ 2 മരങ്ങളും ഉണങ്ങിയത്. നമുക്ക് സുരഭി മാളിനെ കുറ്റം പറയാൻ പറ്റില്ല. വ്യാപാര സ്ഥാപനമാണ്, അവർക്ക് മുറ്റം നന്നായി പരിപാലിക്കേണ്ടും, അവിടെയുള്ള ജനങ്ങൾ വരണം, വാഹനം കയറണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇനി മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജംഗമ വസ്തുക്കൾക്കോ വാഹനങ്ങൾക്കോ കേടുപാട് വരാതിരിക്കാൻ ആ മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റണം. ഒരു പ്രകൃതി സ്നേഹിയായ ഞാൻ മരങ്ങൾ വെട്ടിമാറ്റണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ
ആവശ്യമായ ഘട്ടം അതിക്രമിച്ചത് കൊണ്ടാണ് ഏത് നിമിഷവും അതിൻ്റെ കൊമ്പുകൾ പൊട്ടി വീഴാം, ആ മരങ്ങൾ പൊട്ടി വീഴാം, കടപുഴകി വീഴാം. അത്രയും ഉണങ്ങിയിരിക്കുകയാണ് ആ മരങ്ങൾ. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും PWD യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ മരങ്ങൾ വെട്ടിമാറ്റണം. ഞാനിതിൻ്റെ കൂടെ ആ മരങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ മരങ്ങളുടെ അവസ്ഥ, അതിൻ്റെ അടിയിൽ കൂടി പോകുമ്പോൾ പേടിയാണിപ്പോൾ. എപ്പോഴാണ് കൊമ്പ് പൊട്ടി വീഴുക എന്നറിയില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ സഹോദരങ്ങളായ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അവരുടെ നിത്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വരുമാന മാർഗമായ ഓട്ടോറിക്ഷയും വെച്ചിട്ട് നിൽക്കുന്നത്. ഈ ഓട്ടോറിക്ഷയ്ക്കൊന്നും മിക്കവാറും ഓട്ടോറിക്ഷയ്ക്ക് തേർഡ് പാർട്ടി ഇൻഷുറേ ഉണ്ടാവുള്ളൂ, ഫുൾ കവർ ഇൻഷുർ ഉണ്ടാവില്ല. മാത്രമല്ല മനുഷ്യ ജീവനല്ലേ അതിൻ്റെ അടിയിൽ കൂടി പോകുന്നതും ഇതിലെ നടന്നു പോകുന്നതും എല്ലാം. മരിച്ച് അല്ലെങ്കിൽ മരണപ്പെട്ട് ആർക്കെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ആരുത്തരവാദിത്വം പറയും? ആ ജീവൻ തിരിച്ചു കിട്ടുമോ? ആ കുടുംബത്തിനല്ലേ അത് നഷ്ടം, സമൂഹത്തിനല്ലേ നഷ്ടം? ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അധികൃതർ എത്രയും പെട്ടെന്ന് ആ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.